ഫോർസൈറ്റ്സ് ടിവിയുടെ മണ്ഡലങ്ങളിലൂടെ എന്ന ലോകസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം. കേരളമെന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രങ്ങൾ ഒന്ന് വയനാടിൻ്റേതാണ്. വയനാടിൻ്റെ നേർരേഖയായ കബനി നദിയുടെ ഹൃദയതാളങ്ങൾക്ക് ഇന്ന് വേഗത കൂടുതലാണ്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ 2019 താരപദവി ലഭിച്ച വയനാട് മണ്ഡലം ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് വയനാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറിയിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോകസഭാ മണ്ഡലമായ വയനാടിന് വലിയ തിരഞ്ഞെടുപ്പ് ചരിത്രമൊന്നും പറയാനില്ല. ലോകസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ വയനാട് പ്രവേശിക്കുന്നത് 2009-ലാണ്. 3 ജില്ലകൾ ഉൾപ്പെടുന്ന, അതായത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളും വയനാട് ജില്ല പൂർണ്ണമായും ഉൾപ്പെടുന്നതാണ് വയനാട് മണ്ഡലം. വയനാട് ജില്ലയിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ എന്നിങ്ങനെ ആകെ 7 നിയമസഭാ മണ്ഡലങ്ങൾ. 2009 ആദ്യ തിരഞ്ഞെടുപ്പിൽ MI ഷാനവാസ് വിജയിച്ചു. 1,53,439 വോട്ടിൻ്റെ വമ്പൻ ഭൂരിപക്ഷം അക്കാലത്തെ റെക്കോർഡായിരുന്നു. ഇതോടെ UDFൻ്റെ ഉറച്ച കോട്ടയെന്ന വിശേഷണവും വയനാടിന് ലഭിച്ചു. ഈ വിശേഷണത്തിന് അടിവരയിട്ടുകൊണ്ട് 2014 തിരഞ്ഞെടുപ്പിലും MI ഷാനവാസിനായിരുന്നു വിജയം. മുൻപത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ അല്പം വിയർത്താണ് ഷാനവാസ് വിജയിച്ചത്. ഭൂരിപക്ഷം 20,870 വോട്ടായി കുത്തനെ കുറഞ്ഞു. 2018 രോഗബാധിതനായി മരിക്കുന്നതുവരെ MI ഷാനവാസ് വയനാട് മണ്ഡലത്തിൻ്റെ MP ആയി തുടർന്നു. വയനാടിൻ്റെ ഗരിമയേറുന്നത് 2019-ലാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി. അമേഠിയിൽ രാഹുലിൻ്റെ വിജയം സംശയത്തിലായതോടെയാണ് സുരക്ഷിത താവളം തേടിയെന്ന വണ്ണം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത്. ഇതോടെ എല്ലാവരുടെയും ശ്രദ്ധ വയനാട്ടിലായി. വയനാടൻ മണ്ണ് രാഹുലിൻ്റെ വരവിൽ ഇളകി മറിഞ്ഞപ്പോൾ ആ തരംഗം കേരളമാകെ അലയടിച്ചു. പരമ്പരാഗത കോൺഗ്രസ് കോട്ടയായ വയനാട്ടിൽ രാഹുൽ തന്നെ വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും കേരളത്തെ ആകെയും ഇടതുപക്ഷത്തെയും ഞെട്ടിക്കുന്നതായിരുന്നു അക്കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ഫലം. 2019 രാഹുൽ തരംഗം ആഞ്ഞടിച്ചു. വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് 4 ലക്ഷം എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ്. വയനാട് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDF വൻ ഭൂരിപക്ഷം നേടി. അങ്ങനെയാണ് കേരളത്തിലെ VVIP മണ്ഡലമായി വയനാട് മാറിയത്. 2024 വയനാട്ടിൽ അത്ഭുതങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല. രാഹുൽ ഗാന്ധി തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നത്. മത്സരം കടുപ്പിക്കാനായി ഇടതുപക്ഷവും NDAയും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട്. CPIയുടെ ദേശീയ നേതാവായി ആനി രാജയും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പോർക്കളത്തിൽ ശക്തമായ സാന്നിധ്യമാകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷവും ഉയരുമോ താഴുമോ എന്ന സംശയം മാത്രമാണ് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ക്യാമ്പിലുള്ളത്.